പലഹാരമാണ് കേട്ടോ ഇത്. ഗോതമ്പൊടിയും ചെറുപയറും വെച്ചിട്ടുള്ള എൻ്റെ മിക്ക വീഡിയോയും വേവിച്ച എന്തെങ്കിലും പലഹാരങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് വേവിച്ച പലഹാരങ്ങൾ എൻ്റെ മോന് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചെറുപയർ 2 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല കുതിർക്കണമെന്ന്. നമുക്ക് നേരിട്ട് കുക്കറിലിട്ട് അടിച്ചെടുക്കാം. ഇത്തിരി കൂടുതൽ വിസിലടിക്കണമെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ 2 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. നല്ല പോലെ കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ കുതിർക്കാൻ ഇടാനായിട്ട്. അതിനുശേഷം ഞാൻ കുക്കറിലേക്ക് ഇത്തിരി വെള്ളം കൂടി കൂടുതലൊഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇടുന്നതിനേക്കാൾ ഒരു ഇത്തിരി കൂടുതൽ വെള്ളമാക്കിയിട്ട് വേണം കേട്ടോ കുക്കറിൽ ഇടാനായിട്ട്. എന്നാലാണ് അത് അടി പിടിക്കാണ്ടിരിക്കുള്ളൂ. അതേസമയം തന്നെ ഞാൻ 2 കട്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളം ഒഴിച്ചിട്ട് പാനി ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അത് കുറച്ച് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ചെറു ചൂടുവെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് അതേപോലെ തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വേണമെങ്കിലൊന്ന് മയം വരാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയിരുന്നു ഒരു 10 മിനിറ്റ് നമുക്കൊന്നത് മൂടി വയ്ക്കാം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറുപയർ വേവിക്കാൻ വെച്ചത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. വല്ലാണ്ട് ഉടഞ്ഞൊന്നും എടുക്കണ്ട. ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വല്ലാതെ ഉടയണ്ട. നമുക്ക് ആ ഒരു ലെവലിൽ എടുക്കുക. അതേപോലെ തന്നെ ഞാൻ പാനി ഉണ്ടാക്കേണ്ട അതും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ബൗള് തേങ്ങ ചരുകിയതാണ് അതിട്ട് ഒന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കുറച്ച് ചൂടാറിപ്പോയതായതും കൊണ്ട് ഇത്തിരി കട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അത് പതുക്കിയായിരുന്നു കേട്ടോ ഇതിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ചെറു ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്തിരി തണുത്ത് പോയി അതുണ്ടായേ. അതൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ പാനി ഉണ്ടാക്കി അപ്പം തന്നെ ഒന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറുണ്ടല്ലോ അതിടുക. നല്ലപോലെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ശരിക്കും പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ലെവലിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുക. അതിലെ പാനിയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് നല്ലപോലെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നിൽക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ ഏലക്ക പൊടി ചതച്ചത് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ശർക്കര ഇടുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടുന്നത് നല്ലതാണ്. അപ്പോൾ മധുരം നല്ലപോലെ ബാലൻസ് ആവും കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത്തിരി പഞ്ചസാര ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിൽ വിട്ട് കിട്ടുന്ന ലെവലിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തീ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യേണ്ട. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടി പിടിക്കും, ചിലപ്പോൾ പാനി ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു കറച്ചോ പോലെ വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക ചൂടാറാനായിട്ട്. ആ സമയം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ചപ്പാത്തി മാവ് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ കൈ കൊണ്ട്. നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് കുറച്ച് പൊടിയൊക്കെ ഒന്ന് ഇതിലേക്ക് ആക്കിയ ശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ വേണമെങ്കിൽ പരത്താം. ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പലകയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ നടുക്ക് ഒന്ന് ഫില്ല് ചെയ്യുക. ആ ചെറുപയർ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഫില്ല് ചെയ്ത ശേഷം ഇതേപോലെ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായി മാവ് എടുക്കുന്നതിനോട് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. വിട്ടുപോവോ പൊടി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഏകദേശം കട്ട്ലേറ്റിൻ്റെ പരുവത്തിലേക്ക് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ അത്ര പാടൊന്നുമില്ല. നമ്മൾ വീഡിയോയിലെല്ലാം അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് കുറേ ടൈമൊക്കെ ഉള്ളതുകൊണ്ട് തോന്നുന്നത് ഭയങ്കര പാടം അത്രയ്ക്കൊന്നുമില്ല. ഇനി ഒരു ഇടിപ്പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരിപ്പ വെച്ച ശേഷം അതിൻ്റെ മീതേക്ക് ഇത് മൊത്തത്തിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചേക്കണ മാത്രമല്ല കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിക്കണം. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. ഗോതമ്പ് പൊടി മാത്രമാണ് നമുക്കിത് വേവാളൂ, ബാക്കി എല്ലാം ഇതിൽ വെന്തതാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ചെറിയ ഫ്ലെയിമിലിട്ട് ശേഷം വേണം വേവിക്കാനായിട്ട്. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിം പിന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ അത് എടുത്തു. ഇനി നമുക്കിതിലേക്ക്
ഇത്തിരി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് പാനിൽ ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട്, നെയ്യ് എന്തായാലും പ്രശ്നമില്ല, നെയ്യാകുമ്പോൾ ഇത്തിരി കൂടി നന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഓരോന്ന് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നത് ഇത്തിരിയും കൂടി ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഒന്ന് മൊരിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ. ചപ്പാത്തിയാണോ അല്ല, എങ്കിൽ സുഖിയം പോലെയാണോ അല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമായതുകൊണ്ട് ഇത് അവർക്ക് 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു ദിവസം തന്നെ കഴിഞ്ഞില്ലെങ്കിലും പിറ്റേ ദിവസത്തെ കഴിഞ്ഞ് നമുക്കൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കാം കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്, അത് പെട്ടെന്ന് ചീത്തയാവുമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ.